العافية في ديننا ودنيانا وأخرانا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യം നേടിയ മുഹൂർത്ത സുന്ദര നിമിഷത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നാനാജാതി ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ജാതിയിൽ ഉള്ള ആളുകളെ കൊണ്ട് മാത്രം നേടിയെടുത്ത സ്വാതന്ത്ര്യമല്ല നമ്മുടെ ഇന്ത്യ ഇന്ന് ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യം. ഈ രാജ്യത്തുള്ള എല്ലാ മതസ്ഥരും മതമില്ലാത്തവനും മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പൊരുതി നേടിയ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതിന്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സമയം നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഓർക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് നാം ഇതൊക്കെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഇന്ന് സ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജകൾ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഒരുപാട് മഹാന്മാർ, ആലി മുസ്ലിയാരെ പോലെ, മമ്പുറം തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ അവറുകളെ പോലെ, അതുപോലെ തന്നെ ഉമർ ഖാദി തങ്ങളെ പോലെ ഒരുപാട് ധീര രക്തസാക്ഷികളും ധീരദേശാഭിമാനികളും ഉണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമുക്കിങ്ങനെ ഇത് ആഘോഷിക്കുവാൻ, ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടുവാൻ, നമുക്കിവിടെ സംഗമിക്കുവാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷമായി നമ്മൾ കരുതുകയാണ്. അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമ്മുടെ ഈ രാജ്യത്ത് വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സമാധാനത്തോടുകൂടെ നമുക്കും നമ്മുടെ പിൻതലമുറക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.